1 PM ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ പരിചയപ്പെടുത്തിയത് തന്ത്രി എന്നാണ് പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും എ പത്മകുമാറിന്റെ മൊഴി. എ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നുമാണ് എ പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെയാണ് സമീപിച്ചതെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയെന്നും എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. തന്ത്രിയുടെ മൊഴിയും സംഘം വീണ്ടും രേഖപ്പെടുത്തിയേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും 2 ആഴ്ചത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. എ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കും. 24 കൊല്ലം. 24 മെഗാ ബ്രേക്കിംഗ്. റേറ്റിംഗിൽ മുന്നിലെത്താൻ ബാർക്കിലെ ജീവനക്കാരനുമായി കേരളത്തിലെ ഒരു ചാനലുടമ കൂടികൾ നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവിട്ട് 24. ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ തുറന്നുകാട്ടി 24ന്റെ അന്വേഷണം ഓപ്പറേഷൻ സത്യ. ഡാറ്റ അട്ടിമറിക്കാൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ പ്രേംനാഥ് എന്നയാളുമായാണ് കേരളത്തിലെ ഒരു ചാനലുടമ കോടികളുടെ ഇടപാട് നടത്തിയത്. ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് USDT ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറ്റം ചെയ്തതിന്റെ വിശദാംശങ്ങളും ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും 24 പുറത്തുവിട്ടു. തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് അന്വേഷണം തുടങ്ങി. $50,000 കോടി രൂപയുടെ പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ചില ജീവനക്കാർ ഡാറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24 പുറത്തുവിട്ടത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമായി. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കോടികളെത്തി. USDP ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. ഈ വർഷം മെയ് 17 രാവിലെ ചാനൽ ഉടമ പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് ചാനൽ റേറ്റിംഗ് പോയിന്റ് പ്രേംനാഥ് ചാനൽ ഉടമയെ ചാറ്റ് വഴി അറിയിച്ചു. പിന്നീട് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായിരുന്നു എന്നതും തട്ടിപ്പിന്റെ തെളിവ്. ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് പ്രതികരണം ലഭിക്കാതിരുന്നപ്പോൾ പ്രേംനാഥ് അയച്ച സന്ദേശമാണിത്. പെയ്ഡ് എന്നായിരുന്നു ഇതിന് ചാനൽ ഉടമയുടെ മറുപടി. പണം കൊടുത്ത് റേറ്റിംഗ് നേടുന്നതിനൊപ്പം പ്രേക്ഷക പിന്തുണ അളക്കുന്ന റേറ്റിംഗ് മീറ്ററുകൾ എവിടെയെല്ലാം സ്ഥാപിച്ചു എന്ന് വ്യക്തമാക്കുന്നതിന് ആ പ്രദേശത്തിന്റെ പിൻകോഡുകളും പ്രേംനാഥ് ചാനലുടമയ്ക്ക് കൈമാറി. റേറ്റിംഗ് കൂട്ടി പരസ്യവരുമാനം കൂട്ടുക മാത്രമല്ല, മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള ശ്രമങ്ങൾ വേറെ. വരുന്ന ആഴ്ചകളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ചാനലുടമയ്ക്ക് പ്രേംനാഥ് സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയ കോടികൾ ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ്. റേറ്റിംഗ് തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിന്റെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. റേറ്റിംഗ് തിരിമറിയിൽ മുഖ്യമന്ത്രിക്കും ബാർക്ക് CEOയ്ക്കും കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് R. ശ്രീകണ്ഠൻ നായർ പരാതി നൽകി.
കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും റേറ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നു. എൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു അപേക്ഷ ഞാൻ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി അയച്ചു കൊടുത്തു. ആ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ പരാതിയിൽ ഉന്നയിച്ച പല കാര്യങ്ങളും നടക്കുന്ന സത്യങ്ങളാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്കിന് പുറമെ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപക തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനലുടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തിയാണ് ഈ തട്ടിപ്പ്. ടീം 24. ഇടുക്കി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ ചുറ്റുമതിൽ തകർത്ത് ഒറ്റക്കൊമ്പൻ. മലപ്പുറം നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കണ്ണൂർ പേരട്ട തൊട്ടിപ്പാലം ടൗണിൽ കാട്ടാന ഇറങ്ങി. മൂന്നാർ പഞ്ചായത്തിന്റെ കല്ലാറിലുള്ള മാലിന്യ പ്ലാന്റിലാണ് ഒറ്റക്കൊമ്പൻ കാട്ടാന എത്തിയത്. മുൻപ് കാട്ടാനശല്യം രൂക്ഷമായിരുന്ന ഇവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഒറ്റക്കൊമ്പൻ എത്തിയത്. സോളാർ ഫെൻസിംഗ് മറികടന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാതായതോടെയാണ് ചുറ്റുമതിൽ കാട്ടാന പൊളിച്ചത്. കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ സമീപം കാട്ടുപോത്തുകളും എത്തിയിരുന്നു. കണ്ണൂർ പേരട്ട തൊട്ടിപ്പാലം ടൗണിലും കാട്ടാന ഇറങ്ങി. ഇരുചക്ര യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന എത്തിയത്. മലപ്പുറം നിലമ്പൂർ മൂലേപ്പാടം തറമുറ്റത്തിറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് ആന ഇറങ്ങിയത്. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. 24 ഇടുക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഷഫീദ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയൊരു ശബ്ദരേഖയും അതേപോലെ ഒരു വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും അത് വീണ്ടും വിവാദമാവുകയും ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു പുതിയ ചില വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ പരാതി നൽകിയിട്ടുള്ളത്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മാത്രവുമല്ല, ഈ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആഭ്യന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഇതുവരെയും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകളില്ല, അല്ലെങ്കിൽ പരാതികളില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയെ AICCയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ കാണുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ AICCക്ക് മുമ്പിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ്. ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുക്കാത്തതിന് പിന്നിൽ CPIM കോൺഗ്രസ് ധാരണയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. രാഹുൽ രാജിവെച്ചാൽ പാലക്കാട്ട് അതിന്റെ ഗുണം BJPക്ക് ലഭിക്കുന്നതാണ് കാരണം. PM ശ്രീയിൽ നിന്ന് CPIM പിന്മാറിയത് ജമാഅത്തെ ഇസ്ലാമിയെ പേടിച്ചിട്ടാണെന്നും MT രമേശ് 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കാത്തത് CPIM കോൺഗ്രസ് ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. രാഹുലിന്റെ രാജി പാലക്കാട് BJPക്ക് ഗുണം ചെയ്യുമെന്നതാണ് ധാരണയുടെ അടിസ്ഥാനമെന്നും MT രമേശ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ട പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ചെയ്തത് തെറ്റാണെന്നും MT രമേശ് 24 ഫോർ ദ പീപ്പിളിൽ പറഞ്ഞു. പ്രമീള ശശിധരൻ തനിക്ക് പറ്റിയ അബദ്ധം സംസ്ഥാന അധ്യക്ഷനെ ബോധിപ്പിച്ചെന്നും MT രമേശ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷ അവരോട് വിശദീകരണം ചോദിച്ചു. അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം അവർ സംസ്ഥാന പ്രസിഡന്റ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ കാലാവധി കഴിയുകയാണ്. ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല അവർ പോയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ പാടില്ല എന്ന് കോൺഗ്രസിനെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPIM. കാരണം പാലക്കാട് കോൺഗ്രസിലുണ്ടാകുന്ന ഏതൊരു ക്ഷീണവും പ്രയോജനം കിട്ടുന്ന പാർട്ടി ഏതാണ്? BJP ആണ്. അതുകൊണ്ട് അവർ തമ്മിൽ ധാരണ. CPIMനോട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം BJP കിട്ടുമെന്ന്. അപ്പോൾ ഒരു ധാരണ. PM ശ്രീയിൽ നിന്ന് CPIM പിന്മാറിയത് CPIയെ ഭയന്നല്ല, ജമാഅത്തെ ഇസ്ലാമിയെ ഭയന്നാണെന്നും MT രമേശ്. ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയുമാണ് കടുത്ത എതിർപ്പ് ഉയർത്തിയതെന്നും MT രമേശ് പറഞ്ഞു. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം എന്താ CPIയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങുന്നത്? അതാ ഞാൻ പറഞ്ഞത്, CPIയുടെ നിർബന്ധ ബുദ്ധിക്കല്ല വഴങ്ങിയത്. ഈ വിഷയത്തിൽ
വലിയ കടുത്ത എതിർപ്പ് ഉയർത്തിയത് ജമാഅത്തെ ഇസ്ലാമി സമസ്തയുമാണ്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പി BJP ചുമതലകളൊന്നും വഹിക്കുന്നില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണോ വേണ്ടതെന്നും MT രമേശ് ചോദിച്ചു. പാർട്ടി പരിശോധിച്ച സ്ഥാനാർത്ഥി പട്ടികയിലൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് BJPയുടെ ചുമതല ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനൊരു മറുവശമുണ്ട്. ഇനി മേബി അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നാൽ ആത്മഹത്യ ചെയ്യണം നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ എത്ര പേരാ? MT രമേശുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 24-ൽ കാണാം. ന്യൂസ് ഡെസ്ക് 24. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുബഷീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുബഷീർ അമിത അളവിൽ മരുന്നുകൾ കഴിച്ചോ എന്ന് പരിശോധിക്കാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു. പോക്സോ കേസിലെ വാറന്റ് പ്രതിയായ മുബഷീറിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മരണകാരണം ഹൃദയാഘാതമെന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യക്തത വരണമെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. മുബഷീർ ജയിലിലെത്തിയതിനു ശേഷം മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി ജയിലധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമിതമായ തോതിൽ പ്രതി മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ മുബഷീറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നതന്നെ. അതിൻ്റെ ഉള്ളിലുണ്ട് ആരോ എൻ്റെ മോനെ മർദ്ദിച്ച് നല്ലോണം. അതോൻ പറയുന്നുണ്ട്, എന്നെ ഒന്ന് വേഗം വിട്ട് താൻ പറയുമ്മ, പിന്നെ വക്കീലോട് പറയുമ്മാന്ന്. മർദ്ദിച്ച് നല്ല തലക്ക് എന്തോ കുത്തി ചുമരിലേക്ക്. എൻ്റെ പൊന്നു മോനെ അങ്ങനെ തന്നെ ആക്കിയ. എൻ്റെ മോനൊന്ന് മതിലേക്ക് കുത്തിയിട്ട് എൻ്റെ മോനെ കൊന്ന. 2016-ൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വാറന്റ് ആയതോടെയാണ് മുബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 കാസർഗോഡ്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീകൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. സംഭവത്തിൽ ഷാരോണും മാതാവും കസ്റ്റഡിയിലാണ്. നന്നായിക്കൊണ്ട് ഞാൻ അവളുടെ എല്ലാ ബുക്ക് സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തയച്ചു. എല്ലാ സാധനങ്ങളും അവൾക്ക് ഞാൻ കൊടുത്ത് വെച്ച് ഇവരൊന്നും സാധനം കൊണ്ടുപോകാണ്ടാണ് പോയത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജിസ്വായിട്ട് ജീവിച്ചോളാൻ പറ്റി എല്ലാ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ATM കാർഡ് ഒക്കെ കൊടുത്തയച്ചു. 6 മാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിലുള്ള പ്രണയവിവാഹം. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല. കോളേജിന് മുന്നിൽ വച്ച ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് രക്ഷിച്ചത്. വീട്ടിലെന്നും തർക്കം പതിവായിരുന്നുവെന്നും അർച്ചനയുടെ കുടുംബം. അന്നോട്ട് സമാധാനം ഉണ്ടായില്ല അവൾക്ക്. ഒരുപാട് ദുഷ്ടതരനാണുള്ള അവൻ, അതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു മകൾക്ക്. ഉപദ്രവിച്ചുണ്ട് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ ഇപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ കനാലിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. 24 തൃശൂർ. ഇപ്പോൾ ലേബർ കോഡ് വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുന്നു. നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിഷേധിക്കപ്പെട്ടതിന്റെ ആദ്യത്തെ പ്രഹരമാണ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേര് ലിസ്റ്റ് ചെയ്യാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ തൊഴിലാളികളോട് അല്ലെങ്കിൽ ഈ നിയമത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ഒരു നിവേദനം ഇപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ വിഷയങ്ങൾ കൂടി ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ തീരുമാനിച്ചത്.
കരടല്ലേ, കരടലിന്റെ മേലൊന്ന് നടപടിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് പത്രക്കാർ വെറുതെ കാര്യം മനസ്സിലാക്കാൻ. കേന്ദ്രം ഏകപക്ഷീയമായി നടപ്പാക്കിയ ലേബർ കോഡ് പിൻവലിക്കാൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു എന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ലേബർ കോഡ് മതിയായ ചർച്ചകളില്ലാതെ നടപ്പാക്കി എന്നാണ് ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം. പ്രമേയം കേന്ദ്രത്തിന് കൈമാറും എന്നടക്കമുള്ള കാര്യങ്ങൾ വിവിധ ട്രേഡ് യൂണിയനുകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിശദീകരിക്കുകയായിരുന്നു തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. പരീക്ഷാ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗുരുതര വീഴ്ച. 4 വർഷ സൈക്കോളജി ബിരുദ കോഴ്സിലെ 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യം വള്ളിപുള്ളി തെറ്റാതെ ആവർത്തിച്ചു. പിഴവ് കണ്ടെത്തിയതോടെ പരീക്ഷ റദ്ദാക്കാനാണ് സർവകലാശാലയുടെ ആലോചന. 24 എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സൈക്കോളജി 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം. 1ാം സെമസ്റ്ററിലെ ദി ആർട്ട് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് കോഴ്സിൽ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ. ക്രമനമ്പറോ ചോദ്യങ്ങളോ മാറ്റമില്ല. 2024 എന്നത് 2025 എന്നായത് മാത്രമാണ് മാറ്റം. പുറത്തുനിന്നുള്ള അധ്യാപകരെയാണ് സർവകലാശാല ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയോഗിക്കുന്നത്. പരീക്ഷയുടെ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ ഇവർ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ കവർ പൊട്ടിക്കാതെ അതേപടി പ്രിന്റിംഗ് പ്രസ്സിലേക്ക് അയക്കുന്നതാണ് രീതി. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് വീഴ്ച അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. മുൻപ് സമാന വീഴ്ചയുണ്ടായപ്പോൾ പരീക്ഷ റദ്ദാക്കിയതാണ് കീഴ്വഴക്കം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ അലംഭാവം കാണിച്ച വിഷയവിദഗ്ധനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. തുടർ നടപടി എന്തായാലും ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെയും സർവകലാശാലയുടെയും അലംഭാവത്തിൽ ബുദ്ധിമുട്ടിലായത് വിദ്യാർത്ഥികളാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി കർണാടക കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ഇടപെടലുമായി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പദത്തിലെ 2.5 വർഷമെന്ന ടേം വ്യവസ്ഥ സിദ്ധരാമയ്യ തള്ളിയതോടെയാണ് കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും 2.5 വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥയെന്നുമാണ് ഡി കെ ശിവകുമാർ പക്ഷത്തിന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ പക്ഷത്തിലെ 10 MLA-മാർ ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി പദത്തിൽ ഹൈക്കമാൻഡ് തന്നെ വ്യക്തത വരുത്തണമെന്ന് സിദ്ധരാമയ്യയും ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലെത്തി ഇരു നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഡൽഹിയിലെത്തുമെന്നും സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉടൻ ഡൽഹിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. അതിനിടെ മുഖ്യമന്ത്രിയായാൽ പിന്തുണയ്ക്കുമെന്ന BJP വാദം ഡി കെ ശിവകുമാർ തള്ളി. 24 ഡൽഹി. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ഇന്നലെ സന്നിധാനത്തെത്തിയത് 86,493 ഭക്തരാണ്. സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ചായിരിക്കും കൂടുതൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ എരുമേലിയിൽ അവലോകന യോഗം ചേർന്നു. നട തുറന്ന് 10 ദിവസം പിന്നിടുമ്പോൾ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് ശബരിമലയിൽ. ഇന്നലെ തീർത്ഥാടക നിര മരക്കൂട്ടം വരെ നീണ്ടു. ക്യൂ കോംപ്ലക്സ് വഴി നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. 10 ലക്ഷത്തിലധികം ഭക്തർ ഇതുവരെ എത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇന്നലെ മാത്രം 86,000 തീർത്ഥാടകർ മല ചവിട്ടി. തിരക്ക് കൂടിയതോടെ ശബരിമലയിൽ റെക്കോർഡ് വരുമാനമാണ്. ആകെ വരുമാനം 60 കോടി കവിഞ്ഞു. അരവണ വിറ്റുവരവിലൂടെ 30 കോടിയും കാണിക്കയിലൂടെ 15 കോടിയും ലഭിച്ചു. അപ്പം വിൽപ്പന, പ്രസാദം, മറ്റു വഴിപാടുകൾ എന്നിവയിലൂടെയാണ് ബാക്കി വരുമാനം. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ എരുമേലിയിൽ അവലോകന യോഗം ചേർന്നു. കാനനപാത വഴി വരുന്നവർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്നും മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുമെന്നും കെ ജയകുമാർ. വെർച്വൽ വഴി ബുക്ക് ചെയ്തിട്ടുള്ളവർ കൃത്യമായി അനുവദിച്ച സമയത്ത് തന്നെ വരണമെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. തിരക്ക് നിയന്ത്രണ വിധേയമെന്നും യോഗം വിലയിരുത്തി. 24 സന്നിധാനം. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.